ഏതെങ്കിലും കാലത്ത് CPIM നേതാക്കൾ ഈ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ടോ? അവിടെയാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി 975 മുമ്പ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തിരുന്നില്ല. അത് മതവിശ്വാസത്തിനെതിരായിരുന്നു എന്നതായിരുന്നു സമീപനം. 976 മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരാരും ഇന്ത്യയിൽ സർക്കാർ ജോലി സ്വീകരിച്ചിരുന്നില്ല. സർക്കാർ ജോലി സ്വീകരിക്കാതെ, തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ഉപയോഗിക്കാതെ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥ ദൈവവിശ്വാസത്തിനെതിരാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സംഘം 975 ഇന്ത്യൻ അടിയന്തരാവസ്ഥാനന്തര അന്തരീക്ഷത്തിൽ തങ്ങളുടെ നിലപാട് മാറ്റി. ബാബറി ധ്വംസനാനന്തരം ആദ്യമായി കോൺഗ്രസിനെ തള്ളിക്കളയുന്ന നിലപാടിലേക്ക് ജമാഅത്തെ ഇസ്ലാമി വന്നു. കോൺഗ്രസിനെ തള്ളിക്കളഞ്ഞ, ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, പൈശാചികതയെ അനുകൂലിക്കുന്ന ബാബറി ധ്വംസനത്തിന് കൂട്ടുനിന്ന കോൺഗ്രസിനെ എതിർക്കണം, അതിനുവേണ്ടി കോൺഗ്രസ് വിരുദ്ധർക്ക് വോട്ട് ചെയ്യാം, അതായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ സമീപനം. അങ്ങ് സൂചിപ്പിച്ചു കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും ദേശാഭിമാനിയുടെയും പ്രതികരണം. ഞാനത് കാണാത്തയാളല്ല, പല മാധ്യമ സംവാദങ്ങളിൽ വന്ന് ഇവരത് പറയുന്നതാണ്. പക്ഷേ സൂചിപ്പിക്കേണ്ടത് എന്താണ്? ഇത്തരത്തിലുള്ള പിന്തുണ ഇവിടെ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ പിന്തുണ ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് ജമാഅത്തെ ഇസ്ലാമി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നുള്ളതല്ല. പക്ഷേ നിങ്ങൾ കാണേണ്ടത് എന്താണ്? 975 അടിയന്തരാവസ്ഥാനന്തര കാലയളവിൽ ജനതാ പാർട്ടി പിരിച്ചുവിട്ടിട്ടാണ് BJPയുടെ ചില ആളുകൾ, അന്നത്തെ പഴയ BJPയുടെ ആളുകൾ നമ്മുടെ ജനതാ മുന്നണിയായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നത്. ജനസംഘം പിരിച്ചുവിട്ടിട്ടാണ്. അപ്പോഴൊരു തർക്കം ഉയർന്നു വന്നു. പ്രത്യേകിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തലശ്ശേരി ഉപതെരഞ്ഞെടുപ്പിൽ RSS അംഗത്വമുള്ളവർ ഈ ജനതാ മുന്നണിയിലുണ്ട് എന്നുള്ളതായിരുന്നു അന്ന് ഉയർന്നു വന്ന തർക്കം. എന്തായിരുന്നു കേരളത്തിൽ CPIMന്റെ ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ മറുപടി? RSS അംഗത്വമുള്ളവർ ഈ സംഘത്തിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് RSSന്റെ വോട്ട് വേണ്ട. ഒരു ഡിസ്പ്യൂട്ട് എപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ടോ? നിങ്ങൾ വർഗീയതയുടെ പിന്തുണ സ്വീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉയർന്നു വന്നിട്ടുണ്ടോ? ആ ചോദ്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷം CPIM മറുപടി പറഞ്ഞിട്ടുണ്ട്. 2010 ഇപ്പൊ അദ്ദേഹം സൂചിപ്പിച്ച പ്രതികരണം CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയായി പിണറായി ഇരിക്കുമ്പോഴാണല്ലോ. 2010 മീഡിയ വേണ്ട മാധ്യമമുഖമായ മാധ്യമം പത്രത്തിലെ പ്രതികരണം എന്താണ്? ജമാഅത്തെ ഇസ്ലാമിക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വാസമില്ല, ദൈവരാജ്യമാണ് അവരുടെ ലക്ഷ്യമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. സമൂഹത്തിലെ എല്ലാ നന്മകളെയും ഇല്ലായ്മ ചെയ്യാനാണ് ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നത്. അവരുടെ പ്രത്യയശാസ്ത്രം ജനാധിപത്യത്തിന് എതിരാണ്. സോളിഡാരിറ്റി ഇറക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്താനാണ് ഇവർ ശ്രമിക്കുന്നത്. ആദ്യമായി ഇതിനായി സംഘടിത പ്രസ്ഥാനങ്ങളെ നശിപ്പിക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നത്. കല്യാശ്ശേരിയിൽ നയനാർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPIMന്റെ സെക്രട്ടറി. ഇനി ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ, അതാണ് വായിക്കപ്പെടാൻ വേണ്ടി പോകുന്നത്. ആ എഡിറ്റോറിയലിന്റെ മൂന്നാമത്തെ ഖണ്ഡിക എന്താണ്? എഡിറ്റോറിയലിന്റെ മൂന്നാമത്തെ ഖണ്ഡിക തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനും സർക്കാർ ജോലി സ്വീകരിക്കാനും ഇങ്ങനെ കോൺഗ്രസ് വിരുദ്ധ ശക്തികളെ പൈശാചികതയ്ക്കെതിരെയുള്ള രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പ്രോത്സാഹിപ്പിക്കാനുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ തീരുമാനത്തെ ദേശാഭിമാനി എഡിറ്റോറിയൽ സ്വാഗതം ചെയ്തു. ഒപ്പം എന്തു പറഞ്ഞു? കണിശതയോടുകൂടെ, തെളിമയാർന്ന ഉദാഹരണത്തോടുകൂടെ പ്രതിപക്ഷ നേതാവ് 2 വോട്ട് കിട്ടിയപ്പോൾ അന്ന ജമാഅത്ത് മതനിരപേക്ഷവാദികൾ, ജമാഅത്തെ ഇസ്ലാമി മൗദൂദിയും നല്ല 916 മതനിരപേക്ഷവാദി, അങ്ങനെ ദേശാഭിമാനി പറഞ്ഞില്ല. ആ എഡിറ്റോറിയലിന്റെ മൂന്നാമത്തെ ഖണ്ഡികയിൽ പറയുന്നു, ലക്ഷണമൊത്തം മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന സംഘമാണ് ജമാഅത്തെ ഇസ്ലാമി. അങ്ങനെ ഏതൊക്കെ ഘട്ടത്തിലും ഈ പിന്തുണയെ സ്വാഗതം ചെയ്യാനും സമീകരിക്കാനും ശ്രമിക്കുമ്പോഴൊക്കെ ഇവർ മതരാഷ്ട്രവാദികളാണ് എന്ന അപകടത്തെ RSSനോട് ഒന്നപോലെ ഊന്നി പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഇടതുപക്ഷം.